ഹലോ. അപ്പോൾ ഞാനൊന്ന് ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ സ്നാക്കാണ്. നമുക്ക് ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കിയ ശേഷം അതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയും ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളറായി വരുന്നത് വരെ വാട്ടിയിട്ടെടുക്കുക. ഇപ്പോൾ സവാള ഇവിടെ ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇത് അത്യാവശ്യം വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പില്ലാത്ത ബട്ടറാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ തന്നെ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദയും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്താണ്. ഒരു 300 ഗ്രാമോളം ചിക്കൻ ഉണ്ട് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ കൈ കൊണ്ട് പിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും, 1 ടീസ്പൂണ് ഒറിഗാനോ, അതുപോലെ 1 ടേബിൾ സ്പൂണ് സോയാ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഉപ്പ് കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ ചിക്കന് വേവിക്കുമ്പോൾ ഓൾറെഡി ഉപ്പിട്ടുള്ള കാരണം നമുക്ക് കുറച്ച് ഇട്ടാൽ മതി. ഇപ്പോൾ ഇത് മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പാലൊഴിച്ചിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. പാലൊഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് തിക്കായി വരും കേട്ടോ, നമ്മൾ മൈദ ചേർത്ത് കൊടുത്തിട്ടുള്ള കാരണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും ചേർത്തിട്ട് ഇനി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് വീണ്ടും നന്നായിട്ട് മിക്സാക്കിയിട്ടെടുക്കാം. അപ്പോൾ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്ത് തുടങ്ങാം. സെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ റെഡിമെയ്ഡ് ആയിട്ടുള്ള സമൂസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് വീട്ടിലുണ്ടാക്കുന്ന ഷീറ്റിലും സെറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. പക്ഷേ ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്കിതുപോലെ റെഡിമെയ്ഡ് ഷീറ്റായിരിക്കും നല്ലത്. ഇപ്പോൾ 2 ഷീറ്റ് ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ 4 സൈഡിലും മൈദയുടെ പേസ്റ്റ് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ കാണുന്ന പോലെ നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ. അപ്പോൾ ഈ ഒരു ഷീറ്റിൻ്റെ പൊന്തി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള എല്ലാം റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ അത് ഒരെണ്ണം ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ 8 സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇഫ്താറിൻ്റെ ടൈമിൽ നമുക്കൊരു അരമണിക്കൂർ കൊണ്ടൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലൊന്ന് ചൂടായ ശേഷം ഇതെല്ലാം ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. കാരണം നമുക്ക് ഓൾറെഡി കുക്കായിട്ടുള്ള മീറ്റായ കാരണം പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇഫ്താറിനും അതുപോലെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ക്രീമി ആയിട്ടുള്ള ചിക്കൻ്റെ സ്നാക്കാണ് ഇത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്